ഇത് ക്ലറിക്കൽ ജോർജിൻ്റെയും ആലീസിൻ്റെയും പുതിയതായി പണി കഴിപ്പിച്ച വീട്. ഇന്നിവിടെ പാലുകാച്ചൽ ചടങ്ങ് നടക്കുന്ന ദിവസം. ഇവിടേക്ക് ഓടിക്കളിച്ച് അഴുക്കാകാതെ പുറത്തിറങ്ങി കളിക്കുക. ആരെവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഇടി ഒച്ചേ, ഇതെല്ലാം എടുത്ത് അപ്പുറത്തങ്ങ് കൊണ്ടുവച്ചേ. चांदनी मैं तेरे को बोला ना, ये सामान इधर से हटाओ, समझा नहीं क्या? വീട് പണിക്ക് നിന്ന് ബംഗാളിയുടെ ഭാര്യയെ വീട് വൃത്തിയാക്കാൻ നിർത്തിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ആ കെട്ടിയോൻ കിഴങ്ങനോട്, ഇതൊന്നും ശരിയാകത്തില്ലാന്ന്. വീട് ഇതെല്ലാം ഞാൻ തന്നെ നോക്കി ചെയ്യിപ്പിക്കണം. ഇപ്പൊ തന്നെ വീഡിയോ എടുക്കാൻ ആൾക്കാർ വരും. ഇവിടെയൊക്കെ ചീത്തയാകാതെ പുറത്തു പോയി കളിക്കുന്ന പിള്ളേരെ. ദേ ഇതൊക്കെ കാണിച്ചിട്ട് വേണം എനിക്ക് ആ മഞ്ജുവിന്റെയും ഗ്രേസിയുടെയും ഒക്കെ മുന്നിലൊന്ന് ഞെളിഞ്ഞു നിൽക്കാൻ. അവളുമാർക്കൊക്കെ എന്തൊരു പുച്ഛായിരുന്നു എന്നെ. വെറുതെ അല്ല കാശ് കൊടുത്ത വീഡിയോക്കാരെ കൊണ്ടുവരുന്നത്. എനിക്കങ്ങ് സമാധാനമായി. എനിക്ക് ടീമിൽ നിന്ന് പുറത്താവാണ്ടിരിക്കാമെങ്കിൽ എനിക്ക് മര്യാദയ്ക്ക് പാസ് ചെയ്യണം കേട്ടാ. പിള്ളേരെ, ഇതല്ലേ ആലീസിന്റെ വീട്? അല്ല, ഇത് ഞങ്ങളുടെ വീടാ. മമ്മി ഞങ്ങൾക്ക് വെച്ചു തന്നാ. ഇവിടെ അല്ലേ അപ്പൊ ഇന്ന് കയറി താമസം നടക്കുന്നേ? അതെ. ആ വടി നമുക്ക് കളിക്കാൻ പോവാ. ആരാത്? ആ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ചേച്ചി ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ നേരിൽ കാണാൻ നല്ല ഭംഗിയാട്ടോ. അതെന്നാ കൊച്ചേ, എന്റെ ഫോട്ടോയിൽ കാണാൻ കൊള്ളത്തില്ലേ? അയ്യോ അല്ല ചേച്ചി, ഫോട്ടോയിലേക്കാളും നേരിൽ കാണാനാ കൂടുതൽ ഭംഗി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതാ ഹാൻഡ് ബാഗിൽ തന്നെ ഇരിപ്പുണ്ട് മനുഷ്യ. ഞാൻ ഇവിടെ മുഴുവൻ നോക്കി, ഇവിടെ കാണുന്നില്ല. നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഓ, ഈ മനുഷ്യനെ കൊണ്ട് അങ്ങ് തോറ്റു. എല്ലാത്തിനും ഞാൻ തന്നെ വേണം, ഒന്നിനും മെനക്കെടാൻ കഴിയല്ല. എന്റെ അമ്മേ, കിട്ടുക്കാച്ചി വീടല്ലേടാ. ആലിസേച്ചി സമ്മതിക്കണം. എന്തായാലും ഇതൊരു 4000 സ്ക്വയർ ഫീറ്റിന് മേലുണ്ട്, ഉറപ്പ് കാര്യ. അതൊക്കെ പോട്ടെ, നീ വേഗം ക്യാമറ സെറ്റ് ചെയ്യേ. നമുക്ക് വീഡിയോ എത്രയും പെട്ടെന്ന് കവർ ചെയ്യണം. എടാ ഷെമിനെ, ആംഗിൾ റെഡിയാണോ? ഓക്കെ അല്ലേ? ഹായ് ഫ്രണ്ട്സ്, മിന്നസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വീടിന്റെ ഹോം ടൂർ ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. എന്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ? ആഹാ, ഇത് കൊള്ളാലോ. കൊട്ടാരം പോലത്തെ വീടല്ലയോ ഇത്. എന്തായാലും ആ പെങ്കൊച്ചിന് പൊങ്ങച്ചം കാണിക്കാൻ മാത്രം ഉള്ളതുണ്ടേ. എന്താ ഇത്? എന്റെ കുരിശുമല മുത്തപ്പ, ഈ പിള്ളേരുടെ ഒരു കാര്യം. പോ പിള്ളേരെ, നിന്റെ അപ്പനെ ഞാൻ എടുത്തോണ്ട് നടന്നിട്ടുള്ളതാ. എന്നെ കളിയാക്കാൻ ഇങ്ങോട്ട് വരണ്ട. അല്ലേ ഈ മേരിക്കുഞ്ഞിനോടാ കളി? അല്ല പിന്നെ. അമ്മച്ചിയെ, അമ്മച്ചിയെ വീടിന്റെ ഹൗസ് വാമിങ്ങിന് ഒന്നല്ലേ? അമ്മച്ചിക്ക് ഈ വീടിനെ കുറിച്ച് എന്താ പറയാനുള്ളേ? അയ്യോടി കൊച്ചേ, നിനക്കറിയില്ലായോ ഈ വീട്ടിലെ ചെറുക്കനെയും പെണ്ണിനെയും ഒന്നിപ്പിച്ചത് ആരാ? ഈ ഞാനല്ലായോ. ഒരു തങ്കം പോലത്തെ ചെറുക്കനായിരുന്നു കളരിക്ക തോമാച്ചന്റെ മോൻ. ഞാനേ തോമാച്ചന്റെ അയൽവക്ക. കഷ്ടിച്ചൊരു 50 ഫർലോങ്, അത്രേ ഉള്ളൂ. അല്ല അമ്മച്ചി, ഈ ഫർലാങ് എന്ന് പറഞ്ഞ ദാണ്ട് കിടക്കണ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫർലോങ് അറിയില്ലല്ലോ. എടി കൊച്ചേ, 50 ഫർലോങ് എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ എന്ന്. അവന്റെ കുടുംബ വീട് അധികം അകലത്തിലല്ല എന്ന്. അതിനടുത്ത് തന്നെ അല്ലയോ അവന്റെ ഇളയപ്പന്മാരും കുടുംബക്കാരും ഒക്കെ താമസിക്കുന്നത്. അവിടെ ഏക്കർ കണക്കിന് സ്ഥലം കിടക്കുവാ. എന്നാ പിന്നെ അമ്മച്ചി പുള്ളിക്കാരൻ അവിടെ വീട് വെച്ച പോരായിരുന്നോ? അവിടെ തോമാച്ചൻ പണിയെടുപ്പിച്ച നല്ല 1-ാം തരം തറവാട് വീടിട്ടേച്ച. ഇവിടെ ഈ മോടയും കൊട്ടാരം കെട്ടേണ്ട വല്ല കാര്യമുണ്ടോ? അവന്റെ കെട്ടിയോക്ക് കുടുംബക്കാരുടെ അടുത്ത് താമസിക്കാൻ പറ്റത്തില്ല. ഓ,
അവക്ക് വീടിന് പത്രാസ് പോരെന്ന് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യേ. അത് കൊള്ളാലോ അമ്മച്ചി. അപ്പൊ ഈ ജോർജ് ചേട്ടന്റെ അപ്പച്ചനും അമ്മച്ചിയും കുടുംബക്കാരും ഒന്നും പറഞ്ഞില്ലേ? പിന്നെ അവന്റെ കുടുംബക്കാരെ ആരെയും ഈ ചടങ്ങിന് വിളിച്ചിട്ടില്ല എന്നാ കേട്ടത്. എന്നെ അവനെ ഒഴിവാക്കാൻ പറ്റുമോ? അതെന്നെ അമ്മച്ചി, അപ്പൊ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാതെയാണോ ജോർജ് ചേട്ടൻ ആലീസിയെ കെട്ടിയത്? ആ, അവന് വേറെ ഒരു കൊച്ചിനെ ഒപ്പിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷേ ഇനി പത്രാസുകാരിയെ മതിയെന്ന വാശിയായിരുന്നു. കോളേജിൽ വെച്ച് മുന്നേ കണ്ടിട്ടുണ്ടെന്ന്. പിന്നെ ഞാനങ്ങ് പോയവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് ഉറപ്പിച്ചു കൊടുത്തു. അല്ല പിന്നെ. ഓ അങ്ങനെയാണല്ലേ. അപ്പൊ ഈ ആലീസിയുടെ വീട്ടുകാരൊക്കെ? പാലക്കൽ തറവാട് വലിയ കുടുംബക്കാരല്ലായോ. അവളുടെ അപ്പനും അമ്മയൊക്കെ നല്ല ആൾക്കാരാണെന്നേ. ഇത് മാത്രം ഇങ്ങനെ അല്ലയോടി വച്ച നിനക്ക് ഞാനൊരു ചെറുക്കനെ കൊണ്ടുവരട്ടായോ? ഒന്ന് പോ അമ്മച്ചി. ആ മേരിച്ചേടിച്ച് വന്നായിരുന്നോ? വാ, വന്ന് എന്തേലും കഴിക്ക്. ഒന്നിനും മേലെന്നേ. ഓ, നടുവിനൊരു വേദന. ആ പിള്ളേരെന്നെ ഉന്തിത്തള്ളി ഇട്ടെന്നേ. വന്നേ, കൂടുതൽ തിരക്കാവുന്നതിന് മുന്നേ നമുക്ക് വീടിന്റെ ഓരോ ഭാഗങ്ങളും അങ്ങ് ഷൂട്ട് ചെയ്യണം കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഏറ്റി ചേച്ചി. നിങ്ങളുടെ യൂട്യൂബ് ചാനലാകുമ്പോൾ മില്യൺ വ്യൂസ് അല്ലേ എന്റെ ഈ സ്വപ്ന ഭവനത്തിന് കിട്ടാൻ പോണത്. ഞങ്ങളെ കൂടി ഒന്ന് പരിഗണിക്കണേ. ഓ, അതൊക്കെ ഞാനങ്ങ് പരിഗണിച്ചേക്കാമെന്നേ. നിങ്ങൾ അങ്ങ് തകർക്ക്. അതെ, കിറ്റും കെട്ടുമായി പോകുന്നതൊക്കെ കൊള്ളാം. അവന്മാരുടെ കൂടെ കുറ്റിയടിച്ചങ്ങ് നിന്നേക്കരുത്. അച്ഛൻ വീട് വെഞ്ചിരിപ്പിന് ഇപ്പൊ വരും. എന്റെ ചാച്ചനും അമ്മച്ചിയും എത്താറായി. അവർ വരുമ്പോഴേ നിങ്ങൾ ഇവിടെ കാണണം. ആ, ഓ അത് ഞാൻ ശ്രദ്ധിച്ചോളാടി. എന്തായാലും നിനക്ക് നാണക്കേടൊന്നും വരുത്തത്തില്ല. ചേട്ടത്തി എപ്പോഴാ വന്ന്? കണ്ടില്ലായിരുന്നു കേട്ടോ. ജോർജ് കുട്ടി, നീ എന്താ നിന്റെ കുടുംബക്കാരെ പാലുകാച്ചലിന് വിളിക്കാതിരുന്നത്? നിന്റെ അപ്പനെയും അമ്മയെങ്കിലും നിനക്കൊന്ന് വിളിക്കാമായിരുന്നില്ലേ? അല്ല, അവരെ അവിടെ തനിച്ചാക്കി നിനക്ക് ഇവിടെ വീട് വെക്കണ്ട വല്ല കാര്യമുണ്ടോ? അത് ചേട്ടത്തിക്ക് അറിയാലോ, ആലീസിന് അതൊന്നും ഇഷ്ടമില്ല. എനിക്ക് എന്റെ വീട്ടുകാരെ എല്ലാരെയും വിളിക്കണമെന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ എനിക്ക് അവളുടെ വാക്കുകൾ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും എങ്ങനെയാ ഇതുപോലത്തെ ഒരു വീട് വെക്കാൻ പറ്റുന്നത്? ഇതവള് ഗൾഫിൽ നിന്നും അയച്ചൊന്ന് പണം കൊണ്ടുണ്ടാക്കിയതാ. അപ്പോ അവളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ലേ കാര്യങ്ങളൊക്കെ നടക്കും. കുടുംബബന്ധം തകരാതിരിക്കാൻ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഞാൻ ചിലതൊക്കെ സഹിക്കുന്നു, പൊറുക്കുന്നു. എന്റെ അപ്പന്റെയും അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാ എന്റെ നെഞ്ച് തകരുന്നത്. പക്ഷേ എല്ലാം ശരിയാകുമെടാ. നീ ഒന്ന് അപ്പനെ വിളിച്ച് സംസാരിക്ക. ഞാനൊരു കട്ടൻ ചായ കുടിച്ചേച്ചിങ്ങ് വരാം. അപ്പനറിയാലോ, ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പക്ഷേ എന്റെ അപ്പനും അമ്മയില്ലാതെ വയ്യപ്പ, എനിക്ക് വയ്യ. നീ വിഷമിക്കണ്ടടാ മോനെ. ഈ അപ്പനും അമ്മയ്ക്കും ഒരു പിഴക്കവും ഇല്ല. എന്റെ മോനും കുടുംബവും സന്തോഷിച്ചോടെ ജീവിച്ചു കണ്ടാ മതി. അത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം, മറ്റൊന്നുമില്ല. ഈ വയസ്സിനും വയസ്സിയും മരിക്കും വരെ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം. അപ്പാ, എന്നോട് പൊറുക്കണം. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അറിയില്ല ഇനിയുള്ള ജീവിതം എന്താവുമെന്ന് അറിയില്ല. എടാ മോനെ, അപ്പനാണ് ആദ്യം മേലോട്ട് പോകുന്നതെങ്കിലും നീ നിന്റെ അമ്മയെ ഒറ്റയ്ക്കാക്കല്ലേടാ. അത് മാത്രമേ എനിക്ക് നിന്നോട് യാചിക്കാനുള്ളൂ. അമ്മച്ചി, അപ്പ എന്താ അമ്മാമ്മനെ അപ്പാപ്പനെ നമ്മളെ വീട്ടിൽ കൊണ്ടുവരാത്ത? നമുക്കിവിടെ ഒരുപാട് റൂമുകളുണ്ടല്ലോ.
കരയണ്ട കേട്ടോ. പ്രതീക്ഷയിൽ എരിയും പുൻതിരി നാളവുമായി രാക്കിളികൾ വന്നു. ഒന്നു ചേരുവാൻ മഴമേഘങ്ങൾ, ഒന്നു ചേരുവാൻ മഴമേഘങ്ങൾ കാത്തിരിക്കും വേഴാമ്പൽ പോലെ, വേഴാമ്പൽ പോലെ. പ്രതീക്ഷയിൽ എരിയും പുൻതിരി നാളവുമായി രാക്കിളികൾ വന്നു. എടാ വർക്കി, ഇവനാടാ ഇങ്ങനെ ഇരിക്കുന്നേ? എടാ ജോർജ്, നീ ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? എടാ ജോർജ്, എടാ അവനെ അങ്ങോട്ട് പൊക്കടാവേ. ചെയ്യാം. എടാ എടാ സാധനം കയ്യിലുണ്ട് കേട്ടോ. ആ സാധനം കയ്യിലുണ്ടല്ലേ, എന്നാ നമുക്ക് പൊളിക്കാം. ആ ജോർജ് കുട്ടി, എന്നാണ്ടോ വിശേഷം? ആ അല്ല, ഇതാര്? മെമ്പർ രാജേഷോ? വാ വാ. ആ ജിമ്മി, സിജോ, എല്ലാരും ഉണ്ടല്ലോ. ആ വീടൊക്കെ അടിപൊളിയാണ് കേട്ടോ. വീട് നമ്പറൊക്കെ കിട്ടിയായിരുന്നോ? ഓ കിട്ടി കിട്ടിയേ. ഞാൻ നമ്മുടെ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, നമ്മുടെ ആളെ നമ്മുടെ സ്വന്തം വാർഡ് എന്നൊക്കെ. എന്റെ വാർഡിലെ കാര്യങ്ങൾ ഞാൻ തന്നെയല്ലേ നടത്തി കൊടുക്കണ്ടേ? അല്ല പിന്നെ മെമ്പറേ. പിന്നെ ജോർജ്, ഒരു കവറ് കിട്ടാനുള്ള ഏണി ചേരലാണ് കേട്ടാ. ഒന്ന് പോടാവേ, ജീവിച്ച് പൊക്കോട്രാ. മെമ്പറേ എങ്ങനെയാ ഒന്ന് കൂടുന്നു? വേറൊരു ചടങ്ങിന് കൂടെ പോകാനുണ്ട്. ആ അത് പറഞ്ഞപ്പോൾ ഓർത്തത്, നമ്മുടെ വികാരച്ചനല്ലേ വെഞ്ചരിപ്പിന് വരുന്നത്? ഹേയ് അല്ലല്ല, അച്ഛന് വേറൊരു ചടങ്ങുണ്ട്. അതുകൊണ്ട് എന്റെ പള്ളിയിലെ വികാരി സെബാസ്റ്റ്യൻ പരപ്പേലച്ഛനെ വിളിച്ചു. ഓ അതെന്ത് പണിയാണോ? ഇടവകയിലേക്ക് ഒരു പുതിയ കുടുംബം വന്നപ്പോൾ വികാരച്ചൻ ഇവിടെ ഇല്ലെന്നോ? ഏയ് അങ്ങനൊന്നും ഇല്ലെന്നേ. അച്ഛൻ ഇന്നലെ വന്നിരുന്നു. അച്ഛന്റെ പെങ്ങളുടെ മോടെ കല്യാണവും മറ്റുമാണ് ഇന്ന്. അത് ഒഴിവാക്കാൻ അച്ഛൻ എന്തായാലും പറ്റില്ലല്ലോ. ഓ അങ്ങനെ. അപ്പോൾ ശരി, നടക്കട്ടെ കാര്യങ്ങൾ. എനിക്ക് വേറൊരു ചടങ്ങ് കൂടെ ഉണ്ട്, അവിടെ കൂടെ ഒന്ന് തല കാണിക്കണം. നമ്മുടെ ടീമാണെന്നേ, ഇലക്ഷൻ ഒക്കെ അല്ലേ വരുന്നേ. ആ ശരി ശരി. ആ പിന്നെ വാ. എന്താ മെമ്പറെ? ഒരു കാര്യം പറയാനുണ്ട്. കണ്ടാ കണ്ടാ ആ ചെറുക്കനെ ഞാഴി അടിച്ചോണ്ട് പോകുന്ന പോക്ക് കണ്ടാ. ഇന്നാ ജോർജിന്റെ പോക്കറ്റ് കയറിയ മെമ്പർ വിടത്തുള്ളൂ. సిద్ధిరాల మనసు నాది చిన్నగా పోతుంటావో చూడకపోతుంటావో ఇంట్లో చిన్నదాన్ని నేను సిద్ధిరాల దాన్నితో చిన్నలు చూపిస్తావో సిద్ధిరాల మనసు నాది చిన్నగా పోతుంటావో చూడకపోతుంటావో ఇంట్లో చిన్నదాన్ని నేను సిద్ధిరాల దాన్నితో చిన్నలు చూపిస్తావో. ദേ എന്റെ ചാച്ചനും അമ്മച്ചി വന്നല്ലോ. ചാച്ചാ, അമ്മച്ചി. ആ എന്റെ പൊന്നുമക്കൾ എന്തെടുക്കുമായിരുന്നു? അതേ അമ്മച്ചി, ഞങ്ങളിവിടെ ഓടിക്കളിക്കായിരുന്നു. വാ ചാച്ച, എന്നതാ നിങ്ങൾ താമസിച്ചേ? ഒരാഴ്ച മുന്നേ ഇവിടെ വരേണ്ട ആൾക്കാരാ. ആന്റപ്പോ ഈലാമേ, എന്നാണ്ട് വിശേഷങ്ങള്? എന്തേ ചെറുക്കനും പെണ്ണും എന്നാ വരാഞ്ഞേ? ആ അത് ചേർത്തി, ആങ്ങളീ നാത്തോനും കെട്ടി കഴിഞ്ഞ ഉടനെ അങ്ങ് ഓസ്ട്രേലിയക്ക് പോയില്ലയോ? ചാച്ചനും അമ്മച്ചി അകത്തേക്ക് വന്നേ, ഞാൻ വെച്ച വീടൊക്കെ ഒന്ന് കാണ്. ഓസ്ട്രേലിയക്ക് പോയതിന് അവളുടെ ഒരു പൊങ്ങച്ചൻ കണ്ടില്ലേ? സ്വന്തം അപ്പനോടും അമ്മയോടും എന്താ സ്നേഹം. ആ അമ്മായിയപ്പനെ അമ്മേ കണ്ണെടുത്താ കണ്ടുകൂടാ ഈ പൊങ്ങച്ചക്കാരിക്ക്. ചാച്ച, ചാച്ചനറിയാവോ, ഞാൻ എത്രമാത്രം ആഗ്രഹിച്ച വീടായിരുന്നു ഇതെന്ന്. ഇതുപോലൊരു വീട്ടിൽ താമസിക്കുന്നത് ഒരു പ്രത്യേക അഭിമാനമാണ് ചാച്ച. ശരിയാ മോളെ,
മോളുടെ ആഗ്രഹം നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ്, ഈ വീട്ടിൽ എന്തൊക്കെയോ പോരായ്മ തോന്നുന്നുണ്ട്. വീടാകാത്ത പോലെ. അതെന്നാ ചാച്ച അങ്ങനെ പറഞ്ഞത്? എല്ലാ കാര്യവും വളരെ ശ്രദ്ധിച്ചു തന്നെയാണല്ലോ ചെയ്തത്. പിന്നെ എന്നതാ പോരായ്മ എന്ന് ചാച്ചൻ തന്നെ പറ. ഓ അതന്നെ ചാച്ച ഈ പോരായ്മ. അത് കൊച്ചിനോടങ്ങ് പറഞ്ഞു കൊടുക്കുന്നേ, അവൾ അതുകൂടി ശരിയാക്കട്ടെ. അത് മോളെ ചാച്ചൻ പറയാം. ആ മോനെ ജോർജുട്ടി, എന്താടി അവന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? അതറിയില്ല അമ്മച്ചി, ഞാൻ ഇപ്പൊ വരാമേ. ദേ ചാച്ചൻ പോരായ്മ എന്താന്ന് നോക്കി വെച്ചേക്ക്. വാ ചാച്ചാ വാ മാമേ, ഞങ്ങളുടെ മുറികൾ കാണിച്ചു തരാം. ആ വരാം മക്കളെ. ആട്ടെ എന്തൊക്കെയാ മുറിയിൽ ചെയ്തു വെച്ചേക്കുന്നേ? അത് നിങ്ങൾ വന്ന് കാണ്. ഓ ചാച്ച വാന്നേ, നമുക്ക് പിള്ളേരുടെ മുറിയൊക്കെ ഒന്ന് കണ്ടേച്ച് വരാന്ന്. ജോർജ് കാണിച്ചത് ഒട്ടും ശരിയായില്ല. എന്റെ ചാച്ചനെയും അമ്മയും അപമാനിച്ചതായിട്ടാ എനിക്ക് തോന്നി. നിന്റെ അപ്പനോടും അമ്മയോടും ഒന്നും സംസാരിക്കാതിരുന്നപ്പോ നിനക്ക് വിഷമമായി. അപ്പോ എന്റെ കുടുംബക്കാരെയും വിളിക്കാതെ ഈ ചടങ്ങ് നടക്കുമ്പോ എനിക്കെന്ത് വിഷമം ഉണ്ടാവുന്നു നിനക്കറിയോ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല. ഇതേ ഞാൻ എന്റെ ആഗ്രഹത്തിന് പണിയിപ്പിച്ച വീടാണ്. ആ വീട്ടിലെ ചടങ്ങിന് ആര് വരണം ആര് വരണ്ട എന്ന് ഞാൻ തീരുമാനിക്കും. അതെ അതെ, എനിക്കിവിടെ ഒരു വിലയില്ലല്ലോ. നീ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്ന വെറും ഒരു പാവ. അതാണ് ഞാൻ. എന്റെ കുഞ്ഞുങ്ങളെ ഓർത്താം ഞാനിതെല്ലാം സഹിക്കുന്നേ. ഇവിടെ ആരും ഒന്നും സഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മോളെ, നിങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു. ആട്ടെ, ജോർജിന്റെ വീട്ടുകാരെയും കണ്ടില്ലല്ലോ. ആരെയും നിങ്ങൾ വിളിച്ചില്ല അല്ലേ? എനിക്കറിയാൻ മേല, ഞാനല്ലല്ലോ വിളിക്കേണ്ടത്. എനിക്കിപ്പോൾ അവർ പങ്കെടുക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. മോനെ, നിനക്ക് അവരെയൊക്കെ ഒന്ന് ക്ഷണിക്കാമായിരുന്നില്ലേ? എനിക്ക് ആഗ്രഹമില്ലല്ലോ, അതിന് ഇവിടെ സമ്മതിക്കണ്ടേ? എല്ലാം മനസ്സിലായി മോനെ. അലിസേ, നിന്നെ ഞാൻ കെട്ടിച്ചു വിട്ടത് കളരിക്കൽ കുടുംബത്തിലേക്കാണ്, അല്ലാതെ വീടും ബന്ധുക്കാരും തറവാട്ടും മഹിമയും ഒന്നും ഇല്ലാത്തടത്തേക്കല്ല. ജോർജിന്റെ കുടുംബക്കാർ പങ്കെടുക്കാത്ത ഈ ചടങ്ങിന് ഉളുപ്പില്ലാതെ പങ്കെടുക്കാൻ പാലക്കൽ ആൻഡപ്പൻ അത്ര നാണം കെട്ടവനൊന്നുമല്ല. ഏത് പുന്നാര മോള് വെച്ച വീടാണെങ്കിലും എന്നെ ഈ നാണക്കേടിന് കൂട്ടു നിൽക്കാൻ കിട്ടില്ല. ഇല്ലാമേ വാടി, ഇനി ഈ വീട്ടിൽ നിൽക്കണമെങ്കിൽ ജോർജിന്റെ അപ്പനും അമ്മയും ഇവിടെ ഉണ്ടാകണം. ഓട്ടടി മോളെ. ചാച്ചാ, ഞാൻ ജോർജേ, എനിക്ക് നിന്നോട് പിണക്കൊന്നുമില്ല. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. അത് മനസ്സിലാകാതിരിക്കാൻ മാത്രം എന്റെ മോളെ പോലെ കട്ടിയുള്ള ഹൃദയമൊന്നുമല്ല എന്റേത്. അവൾ ചെയ്യുന്ന തെറ്റിന് എന്നോട് പൊറുക്കടാ മോനെ. മക്കളെ, അച്ചാച്ചനും അമ്മമ്മച്ചിയും ഇറങ്ങുക. അപ്പാപ്പനും അമ്മാവനും ഇല്ലാത്തൊരു രസമില്ല. അവരും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ജോർജുട്ടി, അച്ഛനും കപ്പ്യാരും വന്നു എന്ന് തോന്നുന്നു. ഇങ്ങോട്ടൊന്ന് വന്നേ. കൊച്ചേട്ടനല്ലേ? വികാരച്ചേട്ടനെ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ, കൊച്ചേട്ടൻ ഇവിടെ ഉണ്ടാവുമെന്ന്. പ്രാർത്ഥനാ പുസ്തകം എല്ലാം എടുത്തിട്ടില്ലേ? അച്ഛോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്റെ മക്കളെ, അച്ഛന് സ്തുതി കൊടുക്ക്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മക്കളെ. മക്കൾക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടച്ചാ. കൊള്ളാലോ, വീട് നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അച്ഛാ, അതാണ് ഞങ്ങളുടെ മുറി. അവിടെ ഞങ്ങൾക്ക് ഊഞ്ഞാലുണ്ട്, സ്പൈഡർമാനും ഉണ്ട് അച്ഛാ. കൊള്ളാം, അടിപൊളി. ഉണ്ണീശയും കൂടി വെക്കണം കേട്ടാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ ജോർജ്. ജോർജേ, ഞാനിങ്ങോട്ട് വരുമ്പോ പുറത്ത് വെച്ച് ആലീസിന്റെ അപ്പനെ അമ്മയും കണ്ടു. എന്തു പറ്റി? അവർ വെഞ്ചരിപ്പിന് നിൽക്കാണ്ട് പെട്ടെന്ന് അങ്ങ് പോയത്? അത് പിന്നെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഈ ചടങ്ങിന് വന്നിട്ടില്ല. അതാ അവര്
വന്നിട്ടില്ലെന്നാണോ വിളിച്ചിട്ടില്ലെന്നാണോ? ആ പിന്നെ ഇന്ന് രാവിലത്തെ കുർബാനയ്ക്ക് ഞാൻ നിന്റെ അപ്പനെ അമ്മയും കണ്ടായിരുന്നു കേട്ടോ. പതിവില്ലാതെ അവർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഞാനൊന്ന് ശ്രദ്ധിച്ചു. സെമിത്തേരിയിൽ ഒപ്പീസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ അവരോടൊന്ന് കാര്യങ്ങളൊക്കെ തിരക്കി നോക്കി. അപ്പോഴാണ് അവർ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞത്. നീ നിന്റെ കുടുംബക്കാരാരെയും ഈ ചടങ്ങിന് വിളിച്ചില്ല അല്ലേ? അത് അച്ഛാ ഞാൻ അല്ല ജോർജെ, അപ്പനെ അമ്മേനെയും മാറ്റി നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് പിന്നെച്ചാ എനിക്ക് ആ ഒരു തെറ്റ് ചെയ്യേണ്ടി വന്നു. വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി മോളെ. ജീവിതം ഒന്നേയുള്ളൂ. അതിൽ മാതാപിതാക്കളുടെ സ്ഥാനം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. 4-ാം പ്രമാണം എന്താണ് നമ്മളോട് പറയുന്നതെന്ന് ഞാൻ മോക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കർത്താവിശ്വമിശിഹ തൻ്റെ മക്കൾക്ക് ഒരു ബലിയായി തീർന്ന പോലെ നമ്മുടെ മാതാപിതാക്കളും മക്കളുടെ നന്മയ്ക്കായി അവരുടെ ജീവിതം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം നമ്മൾ സമ്പാദിച്ചാലും ഒരിക്കൽ നമ്മൾക്കും മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാവും. കൊച്ചേട്ടാ, അതിങ്ങ് തന്നെ. ക്രിസ്തുവിൻ്റെ അനുയായികളായ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ഈ വിശുദ്ധ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ നിങ്ങളിൽ പലരും പൂർണ്ണമായി വായിച്ചിട്ടില്ലായിരിക്കും, വായിക്കാൻ സമയവും കണ്ടെത്താറില്ല. നിങ്ങൾ എങ്ങനെ ജീവിച്ചു കാണിക്കുന്നുവോ, നിങ്ങളുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നുവോ, അത് കണ്ട് തന്നെയാണ് നിങ്ങളുടെ കുഞ്ഞുമക്കളും പെരുമാറാൻ പോകുന്നത്. അന്ന് എന്തെങ്കിലും പോരായ്മ നിങ്ങൾക്ക് തോന്നിയാൽ ഈ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറന്ന് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു വഴിത്തിരിവായി ഈ ദിവസത്തെ കാണണം. അച്ഛാ, അത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. മോളെ, നീ ഒന്നും ചിന്തിച്ചല്ലായിരിക്കും ഓരോന്നും ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും. നിന്റെ ഉള്ളിലെ പിണക്കങ്ങളൊക്കെ മാറ്റി ഒരു നല്ല കുടുംബം ഉണ്ടാക്കുവാൻ നിനക്ക് മാത്രമേ കഴിയൂ. എനിക്ക് അവരോട് പിണക്കമൊന്നുമില്ല. അച്ഛനറിയോ, കെട്ടിവന്ന കാലം മുതലേ എന്തൊക്കെയോ പോരായ്മകൾ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ഞാനതൊന്നും അത്ര കാര്യമാക്കിയിരുന്നില്ല. എല്ലാ സാഹചര്യങ്ങളെയും പൊരുത്തപ്പെടാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ അച്ഛോ, ഞാൻ പോയി ജോർജൂട്ടിയുടെ അപ്പച്ചനെയും അമ്മച്ചിയെയും വിളിച്ചുകൊണ്ട് വരാം. വേണ്ടടി മോളെ, നീ ആരെയും വിളിക്കണ്ട. മക്കൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അന്തസ്സുള്ള ഒരു മാതാപിതാക്കൾക്കും കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല. തിരുത്തണം, മക്കളെ തിരുത്തിയേ പറ്റത്തുള്ളൂ. തോമാച്ചോ, കേറി വാടോ. ഇനി ഇത് നിങ്ങളുടെയും കൂടി വീടാ. ഈ കുടുംബത്തിന്റെ കാരണവർ താൻ തന്നെയാടോ. അതെ, കളരിക്കൽ തോമാച്ചൻ. അപ്പാ പൊറുക്കണം. മോനെ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ പുതിയ തലമുറയ്ക്ക് കുറച്ച് സമയമെടുക്കും. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോ തിരിച്ചു കിട്ടാൻ പറ്റാത്ത തരത്തില് ചിലതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പച്ച, പൊറുക്കണം മോളെ. അത് എന്നോട് പൊറുക്കണം. അത് വേണ്ട വേണ്ട. പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങളെ ഇവിടെ ഉള്ളൂ. മോളെ, വിഷമിക്കണ്ട. ഇതുപോലെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് പരിഹരിക്കാൻ വിവേകപൂർവ്വം ഇടപെടുവാൻ പല മാതാപിതാക്കളും ശ്രമിക്കാറില്ല. ഇവിടെ മോളുടെ അപ്പച്ചനും അമ്മച്ചി അതെല്ലാം മനസ്സിലാക്കി ബന്ധങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചു. പാലക്കൽ കുടുംബത്തിന്റെ മഹിമ കണ്ടുകൊണ്ട് തന്നെയാണ് മോളെ ഞങ്ങൾ കളരിക്കിലേക്ക് മോളെ സ്വീകരിച്ചത്. ഇനിയെല്ലാം മറന്ന് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. സാരമില്ല മോളെ, എല്ലാം ഒരു ദുസ്വപ്നമായി കണ്ടാൽ മതി. ചാച്ചൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരു പോരായ്മ ഉണ്ടെന്ന്. ഇതായിരുന്നു ആ പോരായ്മ. ഈ അപ്പച്ചനും അമ്മച്ചിയും ഇവിടെ ഇല്ലാതിരുന്നത്, നിനക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് നിന്റെ അപ്പനും അമ്മയും കൂടി പരിഹരിച്ചു. ഇതിനൊക്കെയാണ് മോളെ തറവാടുത്തം എന്ന് പറയുന്നത്. അപ്പച്ച അമ്മച്ചി, ദേ അതാണ് ഇനി നിങ്ങളുടെ മുറി. എനിക്ക് അപ്പച്ചന്റെ അമ്മച്ചിയുടെ കൊണ്ട് കിടക്കാലോ ഇന്ന്. എടാ, ഞാനാണ് നീ ഇനി കിടക്കണ്ടേ? അല്ല, ഇല്ല ഇല്ല ഇല്ല, ഞാൻ കിടക്കണേ.
വേണ്ട വേണ്ട, ആരും വഴക്കൂടണ്ട. എന്റെ മക്കളെല്ലാരും ഇനി അപ്പച്ചന്റെ അമ്മച്ചിയുടെ കൂടെ കിടന്നാ മതി.